അയോധ്യയിലെ പ്രതിഷ്ഠാ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള മമതാ ബാനർജിയുടെ റാലി തടയാതെ കൽക്കട്ട ഹൈക്കോടതി. റാലി തടയണം എന്നാവശ്യപ്പെട്ടുള്ള സുവേന്ദു അധികാരിയുടെ ഹർജി തള്ളി. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായ സുപ്രധാന പൂജകൾക്ക് ഇന്ന് തുടക്കമായി. രാംലല്ല ഗർഭഗൃഹത്തിൽ എത്തിച്ചതിന് പിന്നാലെയാണ് പൂജകൾ ആരംഭിച്ചത്. അതേസമയം പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു. മമതാ ബാനർജി പ്രഖ്യാപിച്ച സംപ്രീതി സർവ മത ഐക്യറാലിക്ക് എതിരായ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഹർജിയിലെ ആവശ്യങ്ങൾ പ്രസക്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സുവേന്ദു അധികാരി സമർപ്പിച്ച ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. രാമക്ഷേത്രത്തിന് എതിരല്ലെന്ന് തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിനും ഇന്ന് വ്യക്തമാക്കി. എന്നാൽ പള്ളി പൊളിച്ച് ക്ഷേത്രം നിർമ്മിച്ചതിനെയാണ് എതിർക്കുന്നതെന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായി. ഗണേശ പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രത്തിന്റെ വാസ്തുപൂജ നൂറുകണക്കിന് സന്യാസിമാരുടെ കാർമ്മികത്വത്തിൽ നടന്നു. അംബിക, വരുണ, മാതൃക പൂജകളും ക്ഷേത്രത്തിൽ പൂർത്തിയായി. രാംലല്ല എത്തിച്ച സാഹചര്യത്തിൽ ക്ഷേത്രത്തിന്റെ സുരക്ഷ CRPF കൂടുതൽ ശക്തമാക്കി. അയോധ്യയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം ഇന്നും തുടരുകയാണ്. ക്ഷേത്ര ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഉത്തർപ്രദേശിൽ നേതാക്കളുടെ കൂട്ടക്കൊഴിച്ചിൽ ഭീതിയിലാണ് കോൺഗ്രസ്. സംസ്ഥാനത്ത് മുതിർന്ന നേതാക്കളെ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഈ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം ആശയവിനിമയം ആരംഭിച്ചതായാണ് വിവരം. നിയന്ത്രണങ്ങൾ ശക്തമാണെങ്കിലും അയോധ്യയിലേക്ക് വലിയ രീതിയിലുള്ള ജനപ്രവാഹമാണ് ഇപ്പോഴുണ്ടാകുന്നത്. ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ നാളെ ചേരുന്ന ക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം വിലയിരുത്തും. ക്യാമറമാൻ യോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24.